കോവിഡ് കാലം ഓർമ്മയുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ അച്ഛനെ ഒത്തിരി വിളിച്ചായിരുന്നു. അമ്മയും അച്ഛനെയും കൂടെ ഒരു റൂമിലാക്കാൻ വേണ്ടി രണ്ടുപേർക്ക് സെപ്പറേറ്റ് റൂമായിരുന്നു കിട്ടിയത്. അപ്പോഴത്തേക്ക് അച്ഛനെ ഞാൻ ഒത്തിരി വിളിച്ചു. എന്നിട്ട് കിട്ടിയായിരുന്നോ? കിട്ടി. സന്തോഷമായിരുന്നോ? സന്തോഷം. ആ കാലത്തെ കുറിച്ച് ഓർത്തെടുത്തേ. എന്താ, ഞാൻ ലൂർദിലുണ്ടാകുന്ന സമയം എനിക്ക് തന്നെ അവിടുത്തെ എല്ലാവരും അച്ഛന്മാരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരും ഒരു ഫാമിലി പോലായിരുന്നു. പ്രാർത്ഥനയിലും പിന്നെ എന്താ പറയണ്ടേ, പ്രാർത്ഥനയാണേലും കളിച്ചിരി ആണേലും എല്ലാം. എന്താ അവിടെ ഉള്ള ആൾക്കാർക്ക് ക്യാൻസർ ആണെന്ന് വെച്ചാലും പക്ഷെ അവരെ അങ്ങനെ തോന്നിപ്പിക്കാത്ത രീതിയിൽ. അന്ന് രാജുവും റോസ്മിയാണെന്ന് അവിടെ കൂടെ ഉള്ളത്. നമ്മുടെ ആ സെൻറ്ററിൽ ആകെ കോവിഡ് വന്ന സമയം 2021 മെയ് 23 5 പേർക്കാണ് അന്ന് കോവിഡ് വന്നത്. അതിലൊന്ന് റോസ്മി ചേച്ചിയാണ് അല്ലേ? അച്ചാച്ചനും വന്നു. പക്ഷെ റോസ്മിക്ക് വന്നില്ല. റോസ്മി അമ്മയും കൂടെ ഒരുമിച്ച് താമസിപ്പിക്കത്തില്ല എവിടെ, ഹോസ്പിറ്റൽ അല്ലേ? ആ രാത്രിയെ കുറിച്ചൊന്ന് ഓർക്കാവോ? ഭീകരമായ രാത്രിയെ കുറിച്ച്. അമ്മ എന്ന അവസാനം നമ്മൾ എവിടെയാ രാത്രി പാതിരാത്രിക്ക് കൊണ്ടുപോയത്? എവിടെയാ? ജനറൽ ഹോസ്പിറ്റൽ അല്ലേ? ജനറൽ ഹോസ്പിറ്റൽ. അച്ചാച്ചനെ വേറെ എങ്ങോട്ടായിരുന്നു? തിരുവനന്തപുരത്ത് വേറെ വാർഡായിരുന്നു. അന്ന് സെൻട്രലിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാ, നിങ്ങൾക്ക് ഒരു വേണ്ടുന്ന ഒരു ഹെൽപ്പായിട്ടൊക്കെ കിട്ടിയിട്ടൊന്നും തോന്നുന്നുണ്ടോ? അതോ അതിങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് വേണമെങ്കിൽ ആളുകളോട് വേണം പിരിഞ്ഞു പോകാൻ പറയുക, അങ്ങനെ ഇങ്ങനെയൊക്കെ? എങ്ങനെയായിരുന്നു മോക്ക്? അങ്ങനെ വളരെ ചെറുപ്പക്കാരിയല്ലേ, എങ്ങനെയായിട്ടാണ് തോന്നിയതൊക്കെ? നമ്മുടെ ലൂർദ് മാതാ കെയറിലൊക്കെ അന്ന് നല്ല, ഞങ്ങളവിടെ 3 മാസം നിന്ന്. ഞങ്ങളോട് ആരും പറഞ്ഞില്ല എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം എന്നൊക്കെയാ പറഞ്ഞു. അമ്മ അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷമല്ലേ മരണം അവിടെ അല്ലേ? പാലിയേറ്റീവിലേക്ക് മാറ്റിയ, ഞാൻ പാലിയേറ്റീവിലേക്ക് മാറ്റാൻ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം എന്നിട്ട് പാലിയേറ്റീവിലേക്ക് മാറ്റിയോ? ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് വണ്ടാനത്തൊന്ന് കൊണ്ടുപോയായിരുന്നു. പിന്നെ അതിന്റെ ഇതിൽ അവിടെ ഇങ്ങനെ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാനില്ല. അമ്മയുടെ നട്ടലിന്റെ ആ കഠിനമായ വേദന ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വേദനയുടെ അത്ര ഇതൊന്നും കാണിച്ചില്ല. മോർഫിന്റെ അതിന്റെയൊക്കെ ഉള്ളായിരുന്നു. ലാസ്റ്റിലാണേലും ആ മരണത്തിന്റെ സമയത്താണേലും വലിയ ബുദ്ധിമുട്ടൊന്നും ആന്റി അങ്ങനെ കാണിച്ചില്ലായിരുന്നു. വെപ്രാളമായിട്ടോ അങ്ങനൊന്നും ഇല്ലായിരുന്നു. എല്ലാം രോഗി അതെല്ലാം കൊടുക്കാനും ആണെങ്കിലും അതും എല്ലാം കൊടുത്ത് എല്ലാം കിട്ടിയാണ് സമാധാനത്തിലായിരുന്നു. രാജു എന്തെടുക്കുന്നു? കൃഷിപ്പണികളാണോ? ഞാൻ കൃഷിപ്പണി ആണല്ലേ? ഞാൻ പള്ളിയിലായിരുന്നു. ആണല്ലേ? പള്ളിയിലവിടെ നിലമുണ്ട്, ആ നിലം നോക്കി നിൽക്കുന്നു. ഞങ്ങള് ജിംചേരിയൊക്കെ പടന്നുകൊണ്ടിരിക്കുക പുതിയത്. ആണല്ലേ? ഇവിടെ വന്നപ്പോൾ സന്തോഷകരമായ വാർത്ത, അമ്മയുടെ സ്വർഗത്തിലിരുന്നുള്ള പ്രാർത്ഥനയുടെ ഫലമാണ്. മോൾക്ക് നല്ലൊരു വിവാഹമൊക്കെ വരുന്നു അല്ലേ? മോന്റെ പേരെന്താ? അവന്റെ പ്രബിൻ. പ്രബിൻ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വരാൻ ആദ്യത്തെ ആൺകുട്ടിയാണ് അല്ലേ? നമുക്കൊന്ന് വീട്ടിൽ കയറി 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാലോ?